പ്രിയമുള്ളവരെ, അത്യധികം രസാവഹമായ ചില സംഭവ വികാസങ്ങളാണ് ഇസ്ലാം ക്രൈസ്തവ ചർച്ചകൾ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ബഹുമാനനായ എം അക്ബറും ആരിസ് മദനിയും മുജാഹിദ് വാലിശ്ശേരിയും പോയ വഴിയെ മുഹമ്മദ് ഈസയും നേരെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ അരികിലേക്ക് പതുക്കെ പോയി കഴിഞ്ഞു. അള്ളാഹു പണ്ടേ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് ആ വെല്ലുവിളി ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു മലക്കിനെ പോലും നിർത്താതെ ഓടി ഒളിച്ചു കളഞ്ഞു. അള്ളാഹുവിന് കഴിയാത്തത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് എങ്ങനെയാണ് സാധിക്കുക? ഏതായാലും അള്ളാഹു ചെന്നുപെട്ട ഒരു വല്ലാത്ത പതനം നമ്മൾ എന്ത് ചെയ്യാൻ? ഞങ്ങൾ നിസ്സഹായരാണ് നിങ്ങളെ രക്ഷിക്കാൻ. ഈ അബദ്ധമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ക്രൈസ്തവരെ ചൊറിയാൻ പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നുണ്ടോ? അതല്ലേ ഇന്ന് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ വിശകലനത്തിലേക്ക് ഒന്ന് കിടക്കുകയാണ്. നമ്മളിന്ന് സൗദി അറേബ്യ എന്നറിയപ്പെടുന്ന അറേബ്യൻ പെനിൻസുലായിൽ മക്ക മുനിസിപ്പാലിറ്റിയിൽ ഖുറൈശി വീട്ടിൽ അള്ളാഹു എന്നറിയപ്പെടുന്ന ഗോത്രദേവൻ മക്കള് ലാത്ത, മനാത്ത, ഊസ. ഇവരുടെ പേര് റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം അതിൽ നിന്ന് മാറ്റി പുറത്തിറക്കിക്കൊണ്ട് ഈ അറബി മാത്രം അറിയാവുന്ന ഗോത്രദേവനെ മുഹമ്മദ് വിശ്വേശ്വരനായി പ്രതിഷ്ഠിക്കുകയും അദ്ദേഹത്തിന് ഒരു വ്യവസ്ഥയോടെ ഒരു കുഞ്ഞിനെ നൽകുകയും ചെയ്തു. ആ കുഞ്ഞ് സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ കൊണ്ട് മുഹമ്മദ് മിറിയം എന്നു പേരായ ഒരു സ്ത്രീയുടെ ഹർജിൽ, അതായത് ജനനേന്ദ്രിയത്തിൽ ഊതി അങ്ങനെ ഒരു കുട്ടിയുണ്ടായി, ഈസ. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായെങ്കിലും തനിക്ക് മക്കളില്ല എന്ന അഭിമാന പുരസ്സരം അള്ളാഹ് പറയാറുണ്ട്. നോക്കണേ, ഒരു പിതൃത്വം പോലും ഏറ്റെടുക്കാൻ മുഹമ്മദ് അള്ളാഹയെ സമ്മതിച്ചില്ല. അങ്ങനെയുള്ള അള്ളാഹ് ഇതിനിടയ്ക്ക് ഒരു ചെറിയ ജാലിയൻ കണാരൻ തള്ളൽ തള്ളി. എന്താണെന്നറിയണ്ടേ? ഞാനൊരു കിതാബ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ കിതാബ് അതിനെ തുല്യമായ ഒരെണ്ണം നിങ്ങൾക്ക് കൊണ്ടുവരാമോ? ഇല്ല, നിങ്ങൾക്കതിന് കഴിയില്ല. നിങ്ങൾ മലക്കുകളെയും ജിന്നുകളെയൊക്കെ കൂട്ടിക്കൂ, അതിലെ ഒരധ്യായം പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോകുപോയി. തൻ്റെ വെല്ലുവിളി ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കുന്നോ എന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ധൈര്യം കാണിക്കാതെ 1400 വർഷങ്ങൾ അള്ളാഹ് ഒളിച്ചിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകൾ ലോകത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആവർത്തിക്കുന്നു, ചുമ്മാ കയറി വെല്ലുവിളിക്കരുത്. വെല്ലുവിളിച്ചാൽ വെല്ലുവിളി ഏറ്റെടുക്കുന്നവനോട് പ്രതികരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ എങ്കിലും കാണിക്കണം. അതുകൊണ്ട് ഈ പറയപ്പെട്ട അടിമകൾ ആരെങ്കിലും